സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, നമ്മുടെ കേരളം ആധ്യാത്മിക ഗുരുക്കന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു സംസ്ഥാനമാണ്. ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ, ശങ്കരാചാര്യ ഭഗവത്പാദർ തുടങ്ങി നിരവധി മഹാഗുരുക്കന്മാർ നമുക്കിടയിൽ വന്നുപോയിട്ടുണ്ട്. ശിവാനന്ദ സ്വാമിജി, ജ്ഞാനാനന്ദ സരസ്വതി മഹാരാജ്, സത്യാനന്ദ സരസ്വതി മഹാരാജ്, നിത്യാനന്ദ സരസ്വതി മഹാരാജ്, അതുപോലെ മാധവാനന്ദ തീർത്ഥപാദർ, ഒരുപാട് മഹാഗുരുക്കന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ആ ഒരു മഹാ പ്രവർത്തനം, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇത്രയേറെ മഹാഗുരുക്കന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ഉയർത്തുവാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ആധ്യാത്മികത കുറവായി വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ക്ഷേത്രങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് ക്ഷേത്രങ്ങളിൽ ഒന്നിലും ഭക്തജനങ്ങളില്ല. ആകെയുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂരും പോലെയുള്ള വലിയ മഹാക്ഷേത്രങ്ങളിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ദർശനം നടത്തി പോകുന്ന കുറേ ഭക്തജനങ്ങൾ. അതല്ലാതെ ആ ക്ഷേത്രങ്ങളിലുള്ള അതേ ചൈതന്യം തന്നെ നിലനിൽക്കുന്ന മറ്റ് നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലുമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് ആധ്യാത്മിക ഗുരുക്കന്മാർ നമ്മളോട് പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് ആള് കൂടുന്നിടത്താണ് അനുഗ്രഹമെന്ന ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു, അല്ലെങ്കിൽ കടത്തി വരുത്തി എന്ന് പറയാം. ബിസിനസ്സിന് വേണ്ടി, വഴിപാടുകളിലൂടെ ധനം സമ്പാദിക്കാൻ വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയൊക്കെ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കോടികൾ മുടക്കി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ കമ്പനികളും മറ്റാളുകളുമൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നു. കാരണം അവർക്ക് ടാക്സ് ഇളവ് കിട്ടും. എല്ലാ ക്ഷേത്രങ്ങളും നന്നായി വരട്ടെ, അത്ര മാത്രമേ ആ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. എങ്കിലും പറയാതെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ നിമിഷം ഞാനിവിടെ ഇരിക്കുന്നത്. ചെറിയൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്താണ് മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനൊരു ആശയം കയറി വന്നത്. സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമാണ് നമ്മുടെ കേരളമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയേറെ മഹത്തുക്കൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. കേരളത്തിൽ നിന്ന് പോയ സന്യാസിമാരാണ് ഭാരതത്തിൽ പല മഹാ ആശ്രമങ്ങളും സ്ഥാപിച്ചത് എന്നറിയുമ്പോൾ കേരളത്തിലെല്ലാം വിധത്തിലാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഏത് കുലത്തിൽ സമുദായത്തിൽ ജീവിക്കുന്നവരുമായിക്കൊള്ളട്ടെ, കുലാചാരം നമ്മളെല്ലാവരും പാലിച്ചിരിക്കണം.
കുലാചാരധർമ്മത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങിപ്പോയതുകൊണ്ടാണ്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, കുലധർമ്മത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോയതുകൊണ്ടാണ് നമ്മുടെ കുലങ്ങളെല്ലാം നശിക്കാനും കുലജീവികളായി ജീവിക്കേണ്ട നാം ഓരോരുത്തരും രാഷ്ട്രീയക്കാരുടെയും വൈദേശിക മതങ്ങളുടെയും അടിമകളും ആയി തീർന്നത്. എത്ര മനോഹരമായ ഒരു സംസ്കാരമായിരുന്നു ചാതുർവർണ്ണ്യം. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചില മുതലെടുപ്പുകാർ അയിത്തം, തൊട്ടുകൂടായ്മ, കണ്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞു വരുത്തി. കുറെ കാലഘട്ടങ്ങൾക്ക് മുൻപ് രാജാക്കന്മാരും ചില അധികാര ഭ്രമം മൂത്ത നേതൃത്വങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ടാണ് വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ച് നമ്മളെ തമ്മിൽ അകറ്റിയത്. ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമെല്ലാം അതിനു മുൻപെല്ലാം ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന കാലഘട്ടമായിരുന്നു. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുക, അങ്ങനെ ഒരു സന്ദേശം കുറേ വർഷങ്ങളായി സംസ്ഥാന സന്യാസി സഭ രൂപം കൊണ്ട കാലം മുതൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്നീ 3 സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അതിലൂടെ ഭാരതത്തെ വിശ്വഗുരുവാക്കി ഉയർത്തുന്നതിനു വേണ്ടി, സനാതനധർമ്മത്തെ ലോകത്തിൻ്റെ മാതൃകയാക്കുന്നതിനും വേണ്ടി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കണ്ടുകൊണ്ടാണ് സന്യാസിമാർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിരവധി സന്യാസ മഠങ്ങൾ, ആശ്രമങ്ങൾ, പീഠങ്ങൾ ഒക്കെ ധാരാളമുണ്ട്. പാഠശാലകളുണ്ട്, വേദങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്, യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും നടത്തുന്നവരുണ്ട്, സപ്താഹങ്ങൾ നടത്തുന്നു, സത്രങ്ങൾ നടത്തുന്നു. എന്നിട്ടും ഓരോ ദിവസത്തെ പത്രങ്ങളിലും വാർത്തകളിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെയും വാർത്തകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. എന്താണ് ഇതിന് കാരണം? വിദ്യാലയങ്ങളിൽ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? എഴുതി വെച്ച പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അതല്ലാതെ ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം വിദ്യാലയങ്ങളിൽ നടത്തുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളാണെന്ന് കഴിഞ്ഞ ദിവസം ചാനലുകാർ പരസ്യമായി കണക്കുകൾ നിരത്തി പറയുകയുണ്ടായി. കേരളത്തിൻ്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ മദ്യം, ലോട്ടറി ഈ രണ്ടിലൂടെയാണല്ലോ. മനുഷ്യനെ നശിപ്പിക്കുന്ന 2 വസ്തുക്കളാണ് ഇവ രണ്ടും. മദ്യം മനുഷ്യനെ, ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ, എല്ലാവരെയും നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടാൻ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മാത്രമല്ല സന്യാസ ആശ്രമങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ മയക്കുമരുന്നിനും മദ്യത്തിനും ലഹരിക്കുമെതിരെ
അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ മോശമായ, പുറത്തു പറയാൻ പോലും നമുക്ക് നാണവും അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന പ്രവൃത്തികൾക്കെതിരെ ശക്തമായ ഒരു പ്രതികരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ മതിയാവൂ. അതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും നമുക്ക് സഹായിക്കണം. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ശബരിമലയിലായാലും അയ്യപ്പന്മാർ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണമുള്ള ബോർഡുകൾ സ്ഥാപിക്കണം. ഇടയ്ക്കിടെ അനൗൺസ്മെൻറ്റുകൾ നടത്തണം. ക്ഷേത്രങ്ങളിൽ ഇത് വേണം. സന്യാസിമാരും ഭാഗവത ആചാര്യന്മാരും ഭഗവത്ഗീത പഠിപ്പിക്കുന്നവരും സത്രങ്ങൾ നടത്തുന്നവരും യാഗങ്ങളും ഹോമങ്ങളും നടത്തുന്നവരും എല്ലാവരും കിട്ടുന്ന സമയങ്ങളിലെല്ലാം സത്സംഗങ്ങളിലൂടെ ധർമ്മപ്രചരണം നടത്തണം. കുറച്ച് വേദം പഠിപ്പിച്ചു അല്ലെങ്കിൽ കുറച്ച് പൂജ ചെയ്തു എന്നതുകൊണ്ട് മാത്രം സനാതനധർമ്മമാവില്ല. സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങളെ, സത്പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ. ഇന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു. ക്ഷേത്രങ്ങൾ പൂജയ്ക്കും വഴിപാടിനും മാത്രമുള്ള സ്ഥലമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. വാഹനങ്ങളിൽ നമ്മൾ ഓടിക്കുന്ന ഏതു വാഹനത്തിലും ഒരു സ്റ്റിക്കറെങ്കിലും ഒട്ടിക്കാം. പുകവലിക്കെതിരെ, മദ്യത്തിനെതിരെ, സ്ത്രീകൾക്കെതിരെയുള്ള അനീതിക്കെതിരെ, അതിക്രമങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിനായി ഇത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂളുകളിലെ രാഷ്ട്രീയം നിരോധിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ രാഷ്ട്രീയ നേതാക്കന്മാരെ, ബന്ധപ്പെട്ട നിയമ അധികാരികളോട് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയം, വിദ്യാലയ രാഷ്ട്രീയം, ഓരോ വർഷവും പുതിയ രക്തസാക്ഷികളെ ഇവർക്ക് കിട്ടില്ല അത് നിരോധിച്ചാൽ. മാത്രമല്ല വിദ്യാലയങ്ങളിൽ കലഹങ്ങളുണ്ടായി അത് സമൂഹത്തിലേക്ക് വ്യാപിച്ച് ഒരു ബന്ധു ഹർത്താലോ അല്ലെങ്കിൽ വാഹനം കത്തിക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമല്ലേ ആ പേരിൽ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം ഈടാക്കി കിട്ടുള്ളൂ. യഥാർത്ഥമായ സത്യസ്ഥിതിയിലേക്ക് എല്ലാവരും കടന്നു വരണമെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഈ വലിയ ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലഹരിക്കെതിരെ ഒരു തീരുമാനമെടുക്കുക. ഒരു ദിവസം ഞാൻ ഒരാളോടെങ്കിലും സനാതനധർമ്മത്തിൻ്റെ മാർഗമാണ്, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് സത്പ്രവർത്തികൾ, ലഹരിക്കെതിരെയുള്ള, മയക്കുമരുന്നിനെതിരെയുള്ള പ്രവൃത്തികൾ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രവർത്തിക്കണം. സുനിൽകുമാർജി പറഞ്ഞിരിക്കുന്നു, ഒന്നിനൊന്ന് വളമായി ഇത് വളരുന്നു. സ്വാമി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി SFIക്ക് വേണ്ടി സ്കൂൾ തലത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി കുരുന്നുകളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഊണ് വാങ്ങിക്കൊടുക്കാറുണ്ടെന്ന് അടുത്തിടെ അറിയാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് കാരണം. ശരിയാണ്, ഭക്ഷണം മേടിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭക്ഷണത്തോടൊപ്പം കൊടുക്കുന്ന മാനസിക വിഷം അത് ഇതിനോട് ചേർന്ന് അവരുടെ ശരീരത്തിൽ വളരും. ആ വിഷം അത് വർദ്ധിച്ച് അത് പുറത്തു വരുമ്പോൾ അക്രമത്തിൻ്റെ മാതൃകയായി തീരും. രാഷ്ട്രീയം വിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യമാണ്. രാഷ്ട്രീയം മാത്രമല്ല, മതപ്രചരണം വിദ്യാലയങ്ങളിൽ നടത്തുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ കൊണ്ടുവന്ന് മതപ്രചരണത്തിൻ്റെ മതഗ്രന്ഥങ്ങൾ വിൽക്കുക, വിതരണം ചെയ്യുക, കുട്ടികൾക്ക് ഫ്രീ ആയി കൊടുക്കുക.
അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ടീച്ചർമാരും കുറേ അധ്യാപകരുമുണ്ട്, കുറേ മാനേജ്മെൻറ്റുണ്ട്. മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം വിദ്യാലയങ്ങളിൽ. മതമെന്നാൽ മനുഷ്യനെ ദൈവവുമായി അടുപ്പിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ക്ഷേത്രങ്ങളോ പള്ളികളോ എല്ലാം വേണം നമുക്ക്. പക്ഷെ അവിടെയൊക്കെ പ്രചരിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും മതഗ്രന്ഥങ്ങളോടൊപ്പം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രതയുള്ളവരായി തീരുക. സമാധാനവും രക്ഷയും നമുക്ക് ആവശ്യമാണ്. ഭാരതത്തിൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും സനാതനധർമ്മത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം. സനാതനധർമ്മം നിലനിർത്തുന്നതിനു വേണ്ടി ആചാര അനുഷ്ഠാനങ്ങൾ ഓരോ വ്യക്തിയും കൃത്യമായി പാലിക്കാൻ തയ്യാറാവണം. വെറുതെ ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണികളെ സൃഷ്ടിക്കാനും മാത്രം ജനിച്ചതുകൊണ്ട് കാര്യമില്ല. ധർമ്മത്തെ രക്ഷിക്കാൻ നമ്മൾ മുൻപിട്ട് നിൽക്കണമെന്നാണ് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഓരോ ദിവസത്തെ പത്രവാർത്തകൾ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമമുണ്ട്. അച്ഛനമ്മമാരെ മർദ്ദിക്കുന്ന മക്കളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുക? അതുപോലെ പെൺമക്കളെ, സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്, അവരെ വിൽക്കുന്നവരുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ സ്വയം തോന്നി ഒരാൾ ചെയ്യുന്ന പാപത്തേക്കാൾ വലുതാണ് പ്രേരിപ്പിക്കുക ചെയ്യുക എന്നത്. രാഷ്ട്രീയത്തിലേക്ക് പല കുട്ടികളെയും ക്ഷണിക്കുന്നത് പോലും പ്രേരിപ്പിച്ചിട്ടാണ്, മദ്യവും മയക്കുമരുന്നും നൽകിയിട്ടാണ്. അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ ശക്തമായി പോരടിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് അത് കേൾക്കുക. ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, അതുപോലെ ആധ്യാത്മിക ആചാര്യന്മാർ, സന്യാസിമാർ, ഇവരെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന മനോരോഗികൾ കേരളത്തിൽ കൂടി വരികയാണ്. കാരണം ഇങ്ങനെ ആക്രമണം നടത്തുന്ന ആളുകളെ പിടിക്കപ്പെട്ടാൽ പെട്ടെന്ന് പോലീസ് അവരെ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തും. അവർ മാനസിക രോഗിയാണെന്ന ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇങ്ങനെ വരുന്ന ഈ മാനസിക രോഗികൾ എന്തുകൊണ്ടോ ആശ്രമങ്ങളും സന്യാസിമാരും പൂജാരിമാർ, ക്ഷേത്രങ്ങൾ എന്നിവയെ മാത്രമേ ഇവരുടെ മാനസിക രോഗ പരിധിയിൽ ഇവർ കാണുന്നുള്ളൂ എന്നതാണ്. പള്ളികളിലേക്കോ മോസ്കുകളിലേക്കോ ഒന്നും ഇവർ ചെല്ലുന്നില്ല. അവിടെ ചെന്നാൽ ഇവരറിയും. ഇവർ വരുന്നത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള മാനസിക രോഗികളെ ഇനി കേരളത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ മഠങ്ങളിൽ നിന്നോ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ആക്രമണം നടത്തുന്ന മനോരോഗികൾക്കുള്ള നല്ല ചികിത്സ അവിടെ കൂടുന്ന ഭക്തജനങ്ങളും വിശ്വാസികളുമായിട്ടുള്ളവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്ത് ആ ചികിത്സയിൽ അവൻ്റെ രോഗം മാറ്റിയേ പുറത്തു പോകാൻ വിടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സനാതനധർമ്മം സംരക്ഷിക്കാൻ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ മാത്രമല്ല, കുലാചാരധർമ്മങ്ങൾ പാലിക്കപ്പെടാനും അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടാനും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സംരക്ഷിക്കപ്പെടാനും സാധിക്കണം.
ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും പോലെ പവിത്രമായി നമ്മുടെ കുടുംബത്തെയും നമ്മൾ കൊണ്ടുപോകണം, നമ്മുടെ മക്കളെ കൊണ്ടുപോകണം, നല്ല അറിവുണ്ടാവാൻ വേണ്ടി പഠിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.